ഈയിടെ യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗിൽ സംഭവബഹുലമായ കാര്യങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഹാളൻഡിന്റെയും ഒഡഗാർഡിന്റെയും സൊർലോത്തിന്റെയും ഒക്കെ നാടായ നോർവേയിലെ നോർത്ത്ലാൻഡ് കൗണ്ടിയിലെ ബോണ്ടോ എന്ന ചെറിയ നഗരത്തിൽ നിന്നുള്ള ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈലന്റ് എൻട്രി നടത്തി ചാമ്പ്യൻസ് ലീഗിലെ തലതൊട്ടപ്പന്മാരെ വരെ പഞ്ഞിക്കിട്ട് ഇന്ന് റൗണ്ട് ഓഫ് 16 അവർ കടന്നിരിക്കുന്നത്. ഏത് തുലാസ് കൊണ്ടളന്നാലും മറ്റാരെക്കാളും എക്സ്പീരിയൻസ് കൊണ്ടോ മൂല്യം കൊണ്ടോ മുന്നിലല്ല അവർ. എന്നിട്ടും എങ്ങനെയാണ് പെപ്പിന്റെ സിറ്റിയെ, സിമിയോണിയുടെ അത്ലറ്റിക്കോയെ, ലാസ്റ്റ് സീസൺ ഫൈനൽ കളിച്ച ഇന്റർ മിലാനിനെ വരെ കീഴടക്കാൻ അവർക്ക് സാധിച്ചത്? ഇൻസൈൻ റൈസ്, നോട്ട് എ ലക്ക്. അതൊരിക്കലും ഒരു ലക്കല്ല. യൂറോപ്പിലെ അധികായകന്മാരെ രാത്രിക്ക് രാത്രി വന്ന് പിടിച്ചു കെട്ടാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവരുടെ ഈ വിജയത്തിനു പിന്നിൽ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു വലിയ കഥ അവർക്ക് പറയാനുണ്ടാകും. കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് അത് അതിലും മികച്ച രീതിയിൽ മൈതാനത്ത് പ്രതിഫലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പാണ്, യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ശൈലിയെക്കുറിച്ച് അവർ നന്നായി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചരിത്രയാത്രയിൽ അവരെ സ്വാധീനിച്ച ഏറ്റവും വലിയ ഒന്നാണ് അവരുടെ സ്റ്റേഡിയവും ആൻഡ് വെതർ. ശക്തമായ കാറ്റിനെയും തണുപ്പിനെയും അതിജീവിച്ച് സമ്മർദ്ദങ്ങളെ കൂളാക്കി മാറ്റാൻ സാധിക്കുന്ന രീതിയിൽ ബോണ്ടെ താരങ്ങൾ മാറിക്കഴിഞ്ഞിരുന്നു. ഒപ്പം ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ടിൽ കളിച്ചുള്ള എക്സ്പീരിയൻസും എതിരാളികളെക്കാൾ ഒരു പിടി മുമ്പിൽ അവരെ എത്തിച്ചു. രണ്ടാമത് അവരുടെ ഗെയിം സ്റ്റൈലിലെ മാറ്റമാണ്. എപ്പോഴും ബോളിനായി ഹങ്കറായി നിന്ന് ഒപ്പോണന്റെ നീക്കങ്ങളെ പാടെ തകർക്കാൻ കൂട്ടത്തോടെ ഹൈ പ്രസ്സിംഗ് നടത്തി അവരാൽ മിസ്പാസ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ച് അത് പിന്നീട് ഗോളാക്കി കൺവേർട്ട് ചെയ്യുന്ന ഫുട്ബോൾ ഇന്റർ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. തണുത്തുറച്ചു നിൽക്കുന്ന നോർവേയിൽ അവരുടെ ലീഗ് മത്സരങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ക്ലബ് ഫ്രണ്ട്ലി അല്ലാതെ മറ്റൊരു പ്രൊഫഷണൽ ഫുട്ബോൾ പോലും കളിക്കാതെ സിറ്റിയെയും അത്ലറ്റിക്കോയെയും ഇന്ററിനെയുമെല്ലാം അവർ നേരിട്ടത് മാത്രമല്ല, നേരിട്ട മത്സരത്തിലെല്ലാം ദേ ആർ വോൺ. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഹൈ കോമ്പറ്റിറ്റീവ് മത്സരങ്ങളെ കൂളായി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന 11 പേർ പന്ത് തട്ടിയപ്പോൾ നടന്നത് ചരിത്രമാണ്. 55,000-ൽ പരം ആളുകളിൽ നിന്ന് ലോകത്തിൻ്റെ ഓരോ കോണിലേക്കും ബോണ്ടോ ഗ്ലിൻഡ് എന്ന നാമം വ്യാപിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ റൗണ്ട് ഓഫ് 16 അവർക്ക് കടുപ്പമേറിയതായിരിക്കാം. പെപ്പ് വീണ്ടും എത്തിയേക്കാം. ഇനി സ്പോർട്ടിംഗ് ആണെങ്കിൽ കൂടി ഫിയർലെസ് ഫുട്ബോൾ തന്നെ അവർ കാഴ്ചവെക്കും. നോർവേയിലെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഇത്രയൊക്കെ ചെയ്തെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പിലുള്ളതും അത്ര ബുദ്ധിമുട്ടേറിയതായിരിക്കില്ല.